ശ്രീ നിവേദിത, നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. ബെഞ്ചിൽ വനിതാ ജഡ്ജിയും ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് വനിതകൾക്ക് കൂടുതൽ സൗഹൃദപരമായി തന്നെ മുന്നോട്ട് പോകാൻ അവസരമൊരുക്കുമെന്ന് തന്നെയല്ലേ പറയേണ്ടത്? തീർച്ചയായിട്ടും ഇത് വളരെയധികം സ്വാഗതാർഹമാണ്. ഈ ഒരു നടപടി ഹൈക്കോടതി ഇതിൽ നേരിട്ട് ഇടപെടുകയും അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ബെഞ്ച് രൂപീകരിച്ച് കാര്യങ്ങൾ ഒരു പരിഗണനയിൽ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം അഭിനന്ദനാർഹമാണ്. ഇത്തരത്തിൽ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ഒരുപാട് ഉദ്ഘോഷിക്കുന്നവർ ഇത്രയും കാലം മൂടിവെച്ച വളരെ വലിയ ഗൗരവമുള്ള ആരോപണങ്ങളെ കുറിച്ച് ഇന്ന് നാട്ടിലേക്ക് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇത് പൂഴ്ത്തിവെച്ചവർക്ക് അതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതും ജനം മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള കാലം അത്തരത്തിൽ സ്ത്രീ ശാക്തീകരണം വാക്കുകളിലല്ല പ്രവൃത്തിയിൽ തന്നെ കാണിക്കണം എന്നുള്ളത് ഒരു സൂചന കൂടി ഇതിലൂടെ കോടതി നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ എന്ന നിലയിൽ വളരെയധികം സന്തോഷം ഈ ഒരു കാര്യത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഇതൊരു തുടക്കമാവട്ടെ. എല്ലാ മേഖലയിലും ഇന്ന് ഇത്തരത്തിലുള്ള സംഗതികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പുറത്തു കൊണ്ടുവരുവാനുള്ള തന്റെ ഇടം സ്ത്രീകൾക്ക് സമ്മാനിക്കുവാൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഇടയാവട്ടെ, ഇതൊരു തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഈ നിയമങ്ങൾ, സ്ത്രീ സുരക്ഷിതത്വത്തെ ഉറപ്പാക്കുന്നതിനായിട്ടുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കൂടി തടയുവാൻ നമുക്ക് ആവണം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം നിരവധിയായിട്ടുള്ള അത്തരം കേസുകളും ഈ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. വളരെയധികം ഗൗരവത്തോടെ തന്നെ അതും നമ്മൾ കാണേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് അതല്ലെങ്കിൽ നിയമസംരക്ഷണം ഉറപ്പാക്കേണ്ട ഒരു വിഭാഗത്തിന് ആ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ, നിയമത്തിലൂടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നമുക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവർക്കുള്ളതാണ്. അത് ദുരുപയോഗം ചെയ്യാൻ ഒരു കാലഘട്ടത്തിലും നമ്മൾ അനുവദിച്ചുകൂടാ എന്നുള്ളത് കൂടി ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ഈ ഇടപെടലിലൂടെ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണത്തിന് നിയമത്തിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ്. ഇതിൽ വളരെയധികം സന്തോഷം. വളരെയധികം നന്ദി ശ്രീ നിവേദിത സുബ്രഹ്മണ്യൻ ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്.